മക്കൾക്ക് നോക്കുവാൻ പറ്റാത്തതിനാൽ നൌഷാദ് ബാക്കവി സ്നേഹസാഗരം ഫൗണ്ടേഷൻ കടക്കൽ എന്ന സ്ഥാപനവുമായി സിദ്ദിഖ് മങ്ങരശ്ശേരി സംസാരിച്ചു. നമ്മുടെ ഇടക്കുളങ്ങര സ്വദേശികളായ 70 വയസ്സുള്ള കൊച്ചുകുഞ്ഞെന്ന് പേര് പറയുന്ന ഈ മനുഷ്യനും വയോവൃദ്ധയായ ഭാര്യയും കിടപ്പിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും സുരേഷും ഈ വിഷയത്തിൽ ഇടപെട്ടു. അവർക്ക് വേണ്ടുന്ന പരിചരണം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആരും കേട്ടില്ല. അവർക്ക് 3 മക്കളാണുള്ളൂ. ഒരു മകനുണ്ട്. അദ്ദേഹം വളരെ ദയനീയമായ രോഗശൈലിയാണെന്ന് പറയാം. 2 പെൺമക്കളാണുള്ളത്. ഒരു മകൾ വളരെ ദയനീയമായി വാടക വീട്ടിലാണ് താമസം. പിന്നെ ഒരു മകളാണുള്ളത്. ആ മകളുടെ ഭർത്താവ് നോക്കിയതായി പറയുന്നു. നമുക്കറിയില്ല. എന്തു തന്നെയായാലും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ദിവസം ഈ മാതാപിതാക്കളെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല. വൃദ്ധദമ്പതികളെ ഏറ്റെടുക്കാമെന്ന് സ്ഥാപനം സമ്മതിച്ചു. ജീവകാരുണ്യ പ്രവർത്തകരായ ഉത്രാടം സുരേഷ്, ആന്റണി മരിയൻ, റഫീഖ്, വള്ളികുന്നം ജയശ്രീ എന്നിവർ പോലീസ് സ്റ്റേഷനിലെത്തി വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു. അവിടെ സംരക്ഷണം നൽകാമെന്ന് ഉറപ്പുവരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി SHO ബിജുവിന്റെ നേതൃത്വത്തിൽ വൃദ്ധദമ്പതികളെ കടക്കൽ സ്നേഹസാഗരം അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തിയത് ലിവിഡസ് ഫാർമയാണ്. സിയാദേവും ബിജു സാറൊക്കെ ഇടപെട്ട് ഞങ്ങൾ ഇവരെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നൌഷാദ് ബാക്കഫി നേതൃത്വം കൊടുക്കുന്ന ചെയർമാനായിട്ടുള്ള സ്നേഹസാഗരം ഫൗണ്ടേഷൻ കടക്കൽ ആ സ്ഥാപനവുമായി സംസാരിച്ച് ദൈവകൃപയാൽ അവർ ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചതിനാൽ ഇന്ന് രേഖകളെല്ലാം ശരിയാക്കി ഇവരെ ആ സ്ഥാപനത്തിലേക്ക് കൈമാറുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.